CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലപ്പുറം കുറ്റിപ്പുറത്ത് സ്വകാര്യ ബസ് തലക്കീഴായി മറിഞ്ഞ് ഒരാൾക്ക് ദാരുണാന്ത്യം. 3 പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് വിവരം. നിരവധി പേർക്ക് പരിക്കേറ്റു. കാറിന് മുകളിലേക്കാണ് ബസ് തലക്കീഴായി മറിഞ്ഞത്. BJP നടത്തിയത് അടുത്ത കാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുവജന സമരമാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. നാട്ടിലെ യുവാക്കൾ തെളിയിച്ച സമരത്തിന്റെ പുതിയ മാതൃക മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വീകരിക്കാമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വഖഫ് വിഷയത്തിൽ LDF പ്രചാരണം തള്ളിപ്പോകുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ചെർപ്പുളശ്ശേരി നഗരസഭയുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച സർക്കാർ നടപടിയിൽ ഇടത് കൗൺസിലർമാരുടെ പ്രതിഷേധം. പഴയ സ്റ്റാൻഡ് പരിസരത്തു നടന്ന പരിപാടി CPIM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. CJP നടത്തിയത് അടുത്ത കാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുവജന സമരമാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. നാട്ടിലെ യുവാക്കൾ തെളിയിച്ച സമരത്തിന്റെ പുതിയ മാതൃക മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വീകരിക്കാമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വഖഫ് വിഷയത്തിൽ LDF പ്രചാരണം തള്ളിപ്പോകുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഈ നാട്ടിലെ യുവാക്കളുടെ ഡൽഹിയിലെ പ്രതികരണം ഉണ്ടാക്കിയിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് നമ്മൾ രാഷ്ട്രീയ രംഗത്ത് കണ്ട ഏറ്റവും പ്രസക്തിയേറിയ ഒരു പ്രതിഭാസം എന്ന് ഈ സമരത്തെക്കുറിച്ച് പറയേണ്ടി വരും. കാരണം BJP ഗവൺമെൻറ്, BJP പ്രസ്ഥാനം, സംഘപരിവാർ പൊതുവെ വിഭാഗീയതയും വർഗീയതയും ആയുധമാക്കിക്കൊണ്ട്, അതായത് കമ്മ്യൂണലി സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ക്യാമ്പയിൻ ചെയ്താൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അപ്പടി മൂടി വെക്കാൻ കഴിയും എന്ന ആ ചിന്തക്കാണ് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. അതൊന്നും സാധിക്കില്ല. ഈ നാട്ടിലെ യുവജനങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ ഒക്കെ, പുതിയ തലമുറ, വന്നുകൊണ്ടിരിക്കുന്ന തലമുറ ഇതിനെക്കുറിച്ചൊക്കെ ബോധവാന്മാരാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവവികാസം. ജാതിയും മതവും അതുപോലെ തന്നെ പ്രാദേശിക വികാരവും ഒന്നുമില്ലാതെ നാട്ടിലെ യുവാക്കൾ അതിശക്തിയായി പ്രതികരിക്കുകയും അതിൻ്റെ മുമ്പിൽ യുവതി യുവാക്കൾ അതിശക്തമായി പ്രതികരിക്കുകയും അതിൻ്റെ മുമ്പിൽ ശക്തമായ കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറഞ്ഞ് അനങ്ങൂല എന്ന് പറഞ്ഞ BJP ഗവൺമെൻറ്റിന് മുട്ടുമടക്കേണ്ടി വന്നു. എങ്കിൽ നിരവധിയാണ് ഈ നാട്ടിലെ പ്രശ്നങ്ങൾ. ഇനി കർഷകർക്ക് പ്രശ്നമുണ്ട്, തൊഴിലില്ലായ്മ രൂക്ഷമാണ്, സാമ്പത്തിക പ്രതിസന്ധി വളരെ വലുതാണ്, വിലക്കയറ്റം. മൻമോഹൻ സിംഗിൻ്റെ ഭരണത്തിന് ശേഷമുള്ള കാലഘട്ടം, പതിറ്റാണ്ടുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ വിലക്കയറ്റാണ്. നമ്മുടെ നാണയത്തിൻ്റെ വില നിരന്തരം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ജനജീവിതത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിനൊക്കെ മറികടന്നുകൊണ്ട് അവർ ചില സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങൾ എടുത്ത് ക്യാമ്പയിൻ ചെയ്താൽ മതി എന്ന ഒരു വിശ്വാസം അവർക്കുണ്ടായി. അതിനാണ് ഇപ്പോൾ തിരിച്ചടിയേറ്റിരിക്കുന്നത്. ഇത് അവരുടെ ഡൗൺഫാളാണ്. BJPയുടെ തകർച്ചയുടെ ആരംഭമാണ് ഈ സമരത്തിലൂടെ നമ്മൾ കണ്ടത്. പൂർണ്ണമായ സറണ്ടർ, മുട്ടുമടക്കൽ അവർക്ക് വേണ്ടി വന്നിരിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു വലിയ പ്രക്ഷോഭം ഉരുണ്ടുകൂടി വരുന്നുണ്ട്. അത് പ്രധാനമന്ത്രിക്കെതിരെ ആണ് എന്ന് സെൻസ് ചെയ്തതാണ്, മനസ്സിലാക്കിയതാണ്. എനിക്കെതിരായി ഒരു വലിയ പ്രക്ഷോഭം ഉരുണ്ടുകൂടി വരുന്നുണ്ട്, ഗവൺമെൻറ്റിനെതിരായി. ഇവിടെ വെച്ച് നമ്മൾ സറണ്ടർ ചെയ്തില്ല എങ്കിൽ, 2 സ്റ്റെപ്പ് ബാക്കോട്ട് വെച്ചില്ല എങ്കിൽ അത് പെട്ടെന്ന് വരും എന്ന് തോന്നിയപ്പോഴാണ് ഈ CJP സമരം അവർ ഒത്തുതീർപ്പാക്കിയത്. ആ വരവിനെ തടുത്തു നിർത്താൻ കഴിയില്ല. കാരണം കർഷകരും അതുപോലെ സാധാരണക്കാരും ചെറുപ്പക്കാരും തൊഴിലില്ലാത്തവരും ഒക്കെ ഇനി നിൽക്കുകയാണ്. ഒരു പരീക്ഷ എന്ന് പറയുന്നത്, നീറ്റ് പരീക്ഷ പറഞ്ഞാൽ ആ പരീക്ഷ എഴുതുന്നവരുടെ അവസാനത്തെ ഹോപ്പാണ്. അതിൽ യാതൊരു മടിയും കൂടാതെ കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ അവർക്ക് ചെയ്തുകൂടാത്തത്? അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ
ഗൗരവമുള്ള ഒരു വിഷയമാണ് അത്. തീർച്ചയായും CJP ഉണ്ടാക്കിയ ഈ ചിന്താഗതിയിലെ മാറ്റം, ഇതിപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തുണ്ടാക്കിയ ഈ ചലനം, അത് അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. ഇതിൻ്റെ സ്വാധീനം കോൺഗ്രസിനകത്തുണ്ടാവും. അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ അവരൊക്കെ ശക്തമാകാൻ തുടങ്ങുമ്പോൾ. കാരണം സമരം തിരിച്ചുവിടേണ്ടത് കേന്ദ്രം അടക്കി വാഴുന്നവർക്കെതിരാണ് എന്ന ചിന്ത എല്ലാ സംസ്ഥാനങ്ങളിലും രൂപപ്പെടും. ഇതൊരു മൂവ്മെൻ്റാണ്. അതാണ് ഞാൻ BJPയുടെ ഡൗൺഫോളാണിത് എന്ന്. CCN മലപ്പുറം. ചെർപ്പുളശ്ശേരി നഗരസഭയുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച സർക്കാർ നടപടിയിൽ ഇടത് കൗൺസിലർമാരുടെ പ്രതിഷേധം. പഴയ സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി CPIM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ചെർപ്പുളശ്ശേരി നഗരസഭയുടെ പ്ലാൻ ഫണ്ടിൽ 4 കോടി രൂപ വെട്ടിക്കുറച്ചതിലും നഗരസഭയുടെ ക്ഷേമവും വികസനവും അട്ടിമറിച്ച UDF ബജറ്റിലും പ്രതിഷേധിച്ചാണ് LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. CPIM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. UDF അധികാരത്തിൽ വരുന്ന സമയങ്ങളിലെല്ലാം തന്നെ കേരളത്തില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്ഥിതി ഇതാണ്. ഒരു കാര്യവും നടത്താൻ വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ താഴെ തട്ടിലേക്ക് കൊടുക്കില്ല. ഞാൻ ഇപ്പോ മിനിഞ്ഞാന്ന് അരങ്ങനരി ഗ്രാമപഞ്ചായത്തിന്റെ സമരത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അപ്പൊ അവിടെയുള്ള പ്രസിഡന്റ് പറഞ്ഞത് ഈ ഗ്രാമപഞ്ചായത്തിന് വളരെ കുറച്ചാണ് നികുതി വരുമാനമുള്ളൂ, തദ്ദേശ ഫണ്ട് തനതായ ഫണ്ടുള്ളൂ. ബാക്കിയെല്ലാം ഗവൺമെന്റ് വല്ലതും തന്നാൽ മാത്രമേ ഇവിടെ പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിയൂ. തനതായ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാൻ വേണ്ടി തികയുന്നില്ല. ദയനീയമാണ് ആ പഞ്ചായത്തിന്റെ ഒക്കെ സ്ഥിതി. ആ പഞ്ചായത്തിന്റെ 75 ലക്ഷം രൂപയാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. തൃക്കടീരി പഞ്ചായത്തിലെ പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞത് തൃക്കടീരി പഞ്ചായത്തിന് 68 ലക്ഷം രൂപയുടെ ഫണ്ട് വെട്ടിക്കുറച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായി കൊണ്ട് സ്തംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാറൽമണ്ണ LC സെക്രട്ടറി M സിജു അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ C ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ, P രാമചന്ദ്രൻ, K ബാലകൃഷ്ണൻ, മറ്റ് കൗൺസിലർമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. CCN ചെർപ്പുളശ്ശേരി. മലപ്പുറം കുറ്റിപ്പുറത്ത് സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞ് ഒരാൾക്ക് ദാരുണാന്ത്യം. 3 പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് വിവരം. നിരവധി പേർക്ക് പരിക്കേറ്റു. കാറിന് മുകളിലേക്കാണ് ബസ് തലകീഴായി മറിഞ്ഞത്. കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. 31 വയസ്സായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈഷ്ണവും സഹോദരനും ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് പോകുന്നതിനിടെയാണ് അപകടം. സഹോദരൻ പരിക്കേറ്റ് ചികിത്സയിലാണ്. നാട്ടുകാരും രക്ഷാപ്രവർത്തകരും യാത്രക്കാരെ പുറത്തെത്തിച്ചു. തൃശൂർ കോഴിക്കോട് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകട സമയത്ത് നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. അമിത വേഗതയാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. വേഗതയും മഴയിൽ റോഡ് നനഞ്ഞു കിടന്നതും അപകടത്തിന് കാരണമായിട്ടുണ്ടാകാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഫയർഫോഴ്സും നാട്ടുകാരുമാണ് യാത്രികരെ പുറത്തെടുത്തത്. ബസ് വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. ബസിന്റെ നടുഭാഗം 2ആയി പിളർന്നു. വളാഞ്ചേരി, കോട്ടയ്ക്കൽ എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പരിക്കേറ്റവരെ എത്തിച്ചത്. CCN മലപ്പുറം. കൗൺസിൽ യോഗവുമായി ബന്ധപ്പെട്ട് മണ്ണാർക്കാട് നഗരസഭയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ UDFിലെ ഭിന്നത ചർച്ചയാകുന്നു. ഇക്കാര്യത്തിൽ ഇതുവരെ കോൺഗ്രസും UDFും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ പ്രതിപക്ഷ കൗൺസിലർമാർക്കൊപ്പം കോൺഗ്രസിലെ AK രാധാകൃഷ്ണനും ജലീൽ കൊളമ്പനും തടയുകയും ഇത് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തിരുന്നു. കൗൺസിൽ യോഗം തടയുന്നതിന് പ്രതിപക്ഷ കൗൺസിലർമാരെക്കാൾ കൂടുതൽ ആവേശം കാണിച്ചത് കോൺഗ്രസിലെ 2 അംഗങ്ങളായിരുന്നു. UDF ഭരിക്കുന്ന നഗരസഭയിൽ മുന്നണി സംവിധാനത്തിന് വിരുദ്ധമായാണ് അംഗങ്ങൾ പ്രവർത്തിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വിഷയത്തിൽ DCC പ്രസിഡന്റ് A തങ്കപ്പൻ നഗരസഭാ ചെയർപേഴ്സണെ വിളിച്ച് വിശദവിവരങ്ങൾ ആരാഞ്ഞതായാണ് സൂചന.
പരിശോധന. എന്നാൽ ഇക്കാര്യത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയോ UDF നിയോജക മണ്ഡലം കമ്മിറ്റിയോ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ UDF ജില്ലാ നേതൃത്വം ഇക്കാര്യം പരിശോധിച്ചു വരികയാണെന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് UDF ഭരണസമിതിക്കെതിരെയും ചെയർപേഴ്സണെതിരെയും ആരോപണങ്ങളുമായി CPM ലോക്കൽ കമ്മിറ്റിയും ഇടത് കൗൺസിലർമാരും രംഗത്തെത്തി. CCN മണ്ണാർക്കാട്. AUP സ്കൂൾ ഇരുമ്പകശ്ശേരിയിൽ വിദ്യാർത്ഥികൾക്കായി കൂനത്തറ തോൽപ്പാവക്കൂത്ത് സംഘത്തിന്റെ നേതൃത്വത്തിൽ തോൽപ്പാവക്കൂത്ത് അവതരണവും പരിചയപ്പെടുത്തൽ പരിപാടിയും സംഘടിപ്പിച്ചു. സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് K. വിശ്വനാഥ പുലവർ, കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് വിപിൻ വിശ്വനാഥ പുലവർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടിയിൽ ആദ്യം വിവിധ തരം പാവകളെയും തുടർന്ന് തോൽപ്പാവക്കൂത്തിൽ ഉപയോഗിക്കുന്ന തോൽപ്പാവകളെയും പരിചയപ്പെടുത്തി. തുടർന്ന് 1 മണിക്കൂർ നീണ്ടുനിന്ന തോൽപ്പാവക്കൂത്ത് അവതരണം അരങ്ങേറി. കുട്ടികളുടെ സജീവ പങ്കാളിത്തവും ആവേശകരമായ പ്രതികരണവും പരിപാടിയുടെ പ്രധാന ആകർഷണമായി. പരിപാടിയിൽ പങ്കെടുത്ത കലാകാരന്മാരായ K. വിശ്വനാഥ പുലവർ, വിപിൻ വിശ്വനാഥ പുലവർ, M. പുഷ്പലത, ബാലസുബ്രഹ്മണ്യൻ, അഭിനന്ദ്, ആദർശ്, രമ്യാദേവി, രുദ്രിക എന്നിവരെ PTA-യും സ്കൂൾ മാനേജ്മെന്റും ആദരിച്ചു. CCN ചെർപ്പുളശ്ശേരി. മലബാർ മേഖലയിലെ ഭൂമിയിലെ ധാതുക്കളുടെ അവകാശം ഭൂവുടമകൾക്കാണെന്ന് വിധി നേടിത്തന്ന സുപ്രീം കോടതി അഡ്വക്കേറ്റ് MKS മേനോനെ മലപ്പുറം ജില്ലാ ക്വാറി ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റി ആദരിച്ചു. മലപ്പുറം സീ ലോഞ്ച് കോൺഫറൻസ് ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് ഓൾ കേരള ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അലി മൊയ്തീൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. മലബാർ മേഖലയിലെ സ്വകാര്യ ഭൂമിയിൽ ഖനനം നടത്തുമ്പോൾ സർക്കാരിലേക്ക് റോയൽറ്റി അടയ്ക്കണമെന്ന് 2021 സർക്കാർ ഉത്തരവിറക്കിയത്. സ്വന്തം ഭൂമിയിലെ ഖനനത്തിന് സർക്കാരിലേക്ക് പണമടയ്ക്കേണ്ടി വന്നത് പൊതുജനങ്ങൾക്കും ക്വാറി ഉടമകൾക്കും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയിരുന്നു. എന്നാൽ ഇതിനെതിരെ നൽകിയ ഹർജിയിലാണ് ഇനി മുതൽ റോയൽറ്റി അടയ്ക്കേണ്ടതില്ലെന്നും മുൻപടച്ച പണം ഉടമകൾക്ക് തിരികെ നൽകണമെന്നും ഹൈക്കോടതി വിധിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പൊട്ടിച്ചു പോയ കല്ല് സ്ഥലത്ത് തുടർന്ന് കോറി നടത്തുകയോ അല്ലെങ്കിൽ ഒരു ജിയോളജിസ്റ്റ് ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് ഫൈൻ കെട്ടാനുള്ള ഒരു മാർഗമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ ഫൈൻ വന്ന് അതിലെ പ്രതിസന്ധി നേരിട്ട് ഇതുവരെ ജീവിതത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയ നിയമം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ട് ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വിധി വന്നിട്ടുള്ളത്. ഈ വിധി തുടർച്ച ഗവൺമെന്റ് ഇതിനെതിരിൽ എന്ത് നീക്കം നടത്തിയാലും, അപ്പീൽ പോയാലും അതിൽ സുപ്രീം കോടതി ഏതറ്റം വരെ ഞങ്ങളുടെ സംഘടനകൾ അതിൻ്റെ പിന്നാലെ സുപ്രീം കോടതിയിലും മറ്റും മുന്നോട്ട് പോവും. അതിനെ നേതൃത്വപരമായ പങ്കുവഹിച്ച MKS മേനോൻ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഗവൺമെന്റ് ഇതിന് മറികടക്കാൻ വേണ്ടി 2023 റൂള് അമെൻമെന്റ് ചെയ്തിരുന്നു. പക്ഷേ ആ അമെൻമെന്റ് നിലനിൽക്കൂല. പഴയ കാലത്ത് പൊട്ടിച്ചു പോയതിന് ഈടാക്കിയിട്ടുള്ള ഫൈന് തിരിച്ചു കൊടുക്കണമെന്ന് ഗവൺമെന്റ് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ തുടർന്നുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അഡ്വക്കേറ്റ് MKS മേനോനെയും വിധിക്ക് ആസ്പദമായ ഹർജി നൽകിയ EK ലുക്മാനെയും ചടങ്ങിൽ ആദരിച്ചു. അത് ആ കോടതി കേസ് വന്നപ്പോൾ 9 ജഡ്ജിമാരുടെ മുമ്പിൽ എന്നെ വിളിച്ചു അറിയാനായിട്ട്. ആ ജഡ്ജ്മെന്റിൽ നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ അതിൽ ഉൾക്കൊള്ളിച്ചു, കുറെ കൂടി മുന്നോട്ട് കണ്ടിട്ട്. അത് ഇന്ന് പ്രാവർത്തികമായി. അതെനിക്കിന്ന് നമ്മുടെ ഡിവിഷൻ പുതിയ നിയമം ഇപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കും വരും. അതും ഞാൻ മുന്നേ കൂട്ടി കണ്ടിട്ടുണ്ട്. ഇനിയും സർക്കാർ നിയമം കൊണ്ടുവരുന്നതും അറിയാം. അപ്പോൾ അഡ്വക്കേറ്റിൻ്റെ കേസ് കഴിഞ്ഞ തന്നെ ജഡ്ജ്മെന്റ് എഴുതാവുമെന്ന് കണ്ടപ്പം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഇതെങ്ങനെയാണ് ഇന്ന സാഹചര്യങ്ങൾ ചെയ്യാൻ പറ്റുക? അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ അഡ്വക്കേറ്റ് ജനറലാക്കിക്കോ, ഇതിന് ശേഷമല്ലേ ഞാൻ നിങ്ങൾക്ക് അഡ്വൈസ് തരണ്ടു, അല്ലാണ്ട് നിങ്ങൾക്ക് അഡ്വൈസ് തരാൻ പറ്റും എനിക്ക്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു ഇതിൽ നമ്മളെടുത്തിട്ട് ഈ ഒരു കേസ് എന്ന് പറയുന്നത് എൻ്റെ ജീവനാണ്. ഈ കേസ് കൊണ്ട് ഞാൻ അവിടെ പോയി അതിനായിട്ട് രണ്ടാമത് തിരിച്ചിങ്ങനെ വന്നിരിക്കും. ഈ കേസ് അതുകൊണ്ട് വിളിച്ചപ്പോൾ ഞാൻ വയ്യാവേരാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കേസിൽ അനുകൂല വിധി വന്ന സാഹചര്യത്തിൽ ജിയോളജി വകുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്നുള്ള സേവനങ്ങളിലെ അനിശ്ചിതത്വം ഉടൻ പരിഹരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ ഗഫൂർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇബ്രാഹിം, MK മൻസൂർ, EKT ഖാദർ ബാബു, ജമാൽ, റിയാസ്, അബ്ദുൽ കലാം തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൽ റസാഖ് സ്വാഗതവും ബീരാൻകുട്ടി നന്ദിയും പറഞ്ഞു. CCN മലപ്പുറം. പാലക്കാട് ജില്ലയിലെ മികച്ച ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിനുള്ള പുരസ്കാരം എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹൈസ്കൂൾ ടീം ഏറ്റുവാങ്ങി. തുടർച്ചയായി 2ാം തവണയാണ് സ്കൂളിന് 1ാം സ്ഥാനം ലഭിക്കുന്നത്. സമ്മാനത്തുകയായി സ്കൂളിന് 40,000 രൂപയും പ്രശസ്തി പത്രവും ട്രോഫിയും ലഭിച്ചു.
നാട്ടുകര പാലക്കാട് ജില്ലയിൽ നിന്നും 1ാം സ്ഥാനം. തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് പൊതുവിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീനിൽ നിന്നും സ്കൂൾ അധികൃതർ അവാർഡ് ഏറ്റുവാങ്ങി. സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന് കീഴിൽ സംഘടിപ്പിച്ച ലഹരിക്കെതിരെ ഷോർട്ട് ഫിലിം, സൈബർ സുരക്ഷാ ബോധവൽക്കരണം, പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പരിശീലനം, ഹൈടെക് ക്ലാസ് മുറികളുടെ പരിപാലനം, റോബോട്ടിക് ഫെസ്റ്റ്, ഉബുണ്ടു ഇൻസ്റ്റലേഷൻ ഫെസ്റ്റ്, സ്വതന്ത്ര സോഫ്റ്റ്വെയർ വ്യാപനം തുടങ്ങിയ സാമൂഹ്യ പ്രസക്തിയുള്ള മേഖലകളിലെ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് സ്കൂളിന് അവാർഡ് നേടിക്കൊടുത്തത്. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ കയ്യിൽ നിന്നും ലഭിക്കുകയുണ്ടായി. നമ്മുടെ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ, മാതൃകാപരമായ പ്രവർത്തനങ്ങൾ എടുത്തു കാണിക്കേണ്ടതാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ മക്കളെയും ഈ തരുണത്തിൽ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു. അവാർഡ് ലഭിക്കുന്നതോടൊപ്പം അവാർഡ് തുകയായ 40,000 രൂപ ജില്ലയിൽ 1ാം സ്ഥാനം ലഭിക്കുന്ന സ്കൂളുകൾക്ക് ലഭിക്കുന്ന 40,000 രൂപ നമുക്ക് ലഭിക്കുകയുണ്ടായി. അത് ഈ ക്ലബിൻ്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് നമുക്ക് വേണ്ടി അനുവദിച്ചു തരുന്ന തുകയാണ്. അത് ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വിചാരിക്കുന്നു. പ്രധാനാധ്യാപകൻ കെ.എ. അബ്ദുമനാഫ്, ലിറ്റിൽ കൈറ്റ്സ് മെന്റർമാരായ എ. സുനിത, എം. ജിജേഷ്, അധ്യാപകനായ പി. അബ്ദുസലാം, ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾ എന്നിവർ സംബന്ധിച്ചു. CCN പാലക്കാട്. മലപ്പുറം കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ അഴിമതിക്കെതിരെ പ്രവർത്തിച്ചതിന്റെ പേരിൽ കള്ളക്കേസ് ചുമത്തിയതായി പരാതി. കാളികാവ് സ്വദേശിയും NCP നേതാവുമായ റഹ്മത്തുള്ളയാണ് വ്യാജ പരാതി നൽകിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. ഇപ്പോഴും നടന്നുകൊണ്ടുപോരുന്ന അഴിമതികളുണ്ട്. കാരണം വ്യവസായ എസ്റ്റേറ്റ് ഉണ്ടാക്കിയിട്ട് കോടിക്കണക്കിന് റുപ്യ കൊല്ലക്കണക്കിനായിട്ട് കുഴിച്ചു മൂടി കിടക്കുക. ഇപ്പോഴും ഫണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ കൊല്ലം ഫണ്ട് വെച്ചിട്ടുണ്ട് ലക്ഷങ്ങൾ. അപ്പോ നമ്മളെ പൊതു സ്വത്ത് ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് ഈ അഴിമതിക്കാരായ ആളുകൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മേഖലയായിട്ട് മാത്രം മാറിയിട്ടാണ്. അപ്പൊ അതിനെതിരെ കൃത്യമായ അന്വേഷണം നടത്തണം. എനിക്ക് കാളികാവ് പോലീസിനോട് പറയാനുള്ളത് എന്താ വെച്ചാല്, എന്നെ മർദ്ദിച്ച കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി നടപടി ഉണ്ടാവണം. അതേപോലെ തന്നെ ഞാൻ ആ ഓഫീസിലേക്ക് കയറിയിട്ടില്ല, തൊഴിലുറപ്പ് ഓഫീസിലേക്ക് കയറാതെ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ആ തിരക്കഥയിൽ ഉണ്ടാക്കിയ കേസ്, അത് കൃത്യമായ അന്വേഷണം നടത്തി ഇല്ലാത്ത കേസാണ്. ആ ഇല്ലാത്ത കേസ് എന്റെ പേരിൽ നിന്ന് ഒഴിവാക്കി തരണമെന്നും ആണ് എനിക്ക് പറയാനുള്ളത്. തൊഴിലുറപ്പ് പദ്ധതിയിലെ കോൺട്രാക്ട് തൊഴിലാളികളായ AE ഇസ്ഹാഖ്, ഓവർസിയർ ഷറഫലി എന്നിവർ നടത്തിവരുന്ന അഴിമതിയും ക്രമക്കേടുകളും സംബന്ധിച്ച് ഉന്നത തലങ്ങളിൽ പരാതി നൽകിയതിനാണ് തനിക്കെതിരെ പ്രതികാര നടപടിയെന്നോണം കള്ളക്കേസ് നൽകിയതെന്ന് റഹ്മത്തുള്ള ആരോപിച്ചു. പഞ്ചായത്ത് ഓഫീസിലെത്തിയ തന്നെ ഉദ്യോഗസ്ഥർ ചേർന്ന് മർദ്ദിക്കുകയും പോക്കറ്റിൽ നിന്നും ഫോണും വിവരാവകാശ ഫീസിന്റെ റെസീപ്റ്റും പിടിച്ചെടുക്കുകയുമായിരുന്നു. തുടർന്ന് താൻ തൊഴിലുറപ്പ് ഓഫീസ് അലങ്കോലപ്പെടുത്തിയെന്നും ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചെന്നും കാണിച്ച് പോലീസിൽ നൽകിയ വ്യാജമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. കാളികാവ് തൊഴിലുറപ്പ് ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന അഴിമതികളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും തനിക്കും കുടുംബത്തിനുമെതിരെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും മലപ്പുറത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. CCN മലപ്പുറം. ആലിപ്പറമ്പ് തളി മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭക്തി നിർഭരമായി നടന്നു. ചെറുപ്പുളശ്ശേരി മണികണ്ഠൻ പ്രത്യക്ഷ ഗണപതിയായി. നിരവധി ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ ഈ വർഷത്തെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും വിപുലമായാണ് ആഘോഷിച്ചത്. അയ്യപ്പൻ കണമല, അനൂപ് ചേരിയിൽ, കുമാരൻ കോലാർകുന്നത്ത്.
ചെർപ്പുളശ്ശേരി മണികണ്ഠൻ എന്ന ആനയെ പ്രത്യക്ഷ ഗണപതിയായി സങ്കല്പിച്ചാണ് ഗജപൂജയും ആനയൂട്ടും നടന്നത്. ഉരുളപ്രസാദം കൊടുക്കുന്നതിന് വേണ്ടി പേര് വിളിക്കുന്നതാണ്. ചടങ്ങുകൾക്ക് തന്ത്രി നാരായണമംഗലത്ത് ആമയൂർ മനയ്ക്കൽ രാമൻ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാജൻ പള്ളിയാലിൽ, രാമചന്ദ്രൻ നെടുമ്പെട്ടിപ്പറമ്പിൽ, മനോന്മണി ടീച്ചർ, പ്രവീൺ പൂക്കുന്നത്ത്, രാമകൃഷ്ണൻ ചേരിയിൽ, അൻപു സെൽവൻ, മിഥുൻ, ഇതൾ ചന്ദ്ര, ജയലത മേപ്പുറത്ത്, സുരേഷ് ആവണക്കൻ കളത്തിൽ, സുരേഷ് ആളിയത്ത്, മഹാലക്ഷ്മി ഹരിത നിവാസ്. ആനയൂട്ട് കഴിക്കാൻ താല്പര്യമുള്ളവർ കൗണ്ടറുമായി ബന്ധപ്പെടുക. അനിത തെക്കേതിൽ. പ്രസാദ വിതരണം, പ്രസാദ ഊട്ട് എന്നിവയും ഉണ്ടായി. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ഭഗവത് സേവയും രാമായണം പാരായണവും പാലായി ക്ഷേത്രത്തിൽ രാമായണ പാരായണവും നടന്നു വരുന്നുണ്ട്. ആനയൂട്ട് വഴിപാട് നടത്താൻ താല്പര്യമുള്ളവർ കൗണ്ടറുമായി ബന്ധപ്പെടുക. ഓം നമഃ ശിവായ. ആനയൂട്ടിന് ചീട്ടാക്കിയവർ സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. CCN ചെറുപ്പുളശ്ശേരി. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ വിദ്യാർത്ഥി വിഭാഗമായ ജൂനിയർ റെഡ് ക്രോസ് ടീച്ചർ കൗൺസിലർമാരുടെ മലപ്പുറം ജില്ലാതല മീറ്റ് മലപ്പുറം നഗരസഭ ടൗൺ ഹാളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ അവർ കുറെ നല്ല ഗുണങ്ങളും കുട്ടികളെ പഠിപ്പിക്കും. NCC കുറച്ചുകൂടി വളണ്ടിയർ ഒരു കാഡറ്റ് സ്വഭാവത്തിലുള്ളത്, അതുപോലെ തന്നെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, അതൊന്നും നല്ലൊരു ഡിസിപ്ലിൻ ഫോഴ്സിൻ്റെ സ്വഭാവത്തിൽ ചെറുപ്പത്തിൽ നമ്മൾ പോലീസ് SPC സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എന്നാൽ അതുപോലെ തന്നെ അച്ചടക്കവും സേവന മനോഭാവവും ഒക്കെ കുട്ടികളിൽ എത്തിക്കുകയാണ് ഈ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിലൂടെ. റെഡ് ക്രോസിൻ്റെ സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കുകയും അതിൻ്റെ ഭാഗമായി അവർക്ക് അവസരമുണ്ടാവുകയും ചെയ്യുന്നു. ജില്ലാ ചെയർമാൻ G. മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനിഷ, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ശ്രീജ ഗോപിനാഥ്, റെഡ് ക്രോസ് ജില്ലാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് TP മോഹൻദാസ്, ജില്ലാ സെക്രട്ടറി P. വാസു, ട്രഷറർ പാറപ്പുറത്ത് കുഞ്ഞുട്ടി എന്നിവർ പ്രസംഗിച്ചു. CCN മലപ്പുറം. വനം വന്യജീവി വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ വനം വന്യജീവി വകുപ്പിന്റെ നിലമ്പൂർ നോർത്ത് ഡിവിഷന് കീഴിലുള്ള കനോലി എക്കോ ടൂറിസം പദ്ധതി സന്ദർശിച്ചു.
എക്കോ ടൂറിസം പദ്ധതിയിലെ സൗകര്യങ്ങളും പ്രവർത്തനങ്ങളും മന്ത്രി വിലയിരുത്തി. വനസംരക്ഷണവും വിനോദസഞ്ചാര വികസനവുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികളുടെ പുരോഗതിയും അദ്ദേഹം അവലോകനം ചെയ്തു. വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ മന്ത്രിയെ അനുഗമിക്കുകയും പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. CCN മലപ്പുറം. നാടിന്റെ മാറുന്ന ട്രെൻഡുകളും ഉപഭോക്താക്കളുടെ മാറുന്ന അഭിരുചികളും ഉൾക്കൊണ്ട് കൂടുതൽ പുതുമകളോടെ അറ്റ്ലസ് ഫാഷൻസിന്റെ നവീകരിച്ച ഷോറൂം പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു. നജീബ് കാന്തപുരം MLA പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രശസ്ത ചലച്ചിത്ര താരങ്ങളായ മാളവിക മേനോൻ, അതിഥി രവി എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പെരിന്തൽമണ്ണയുടെ ഈ ഫാഷൻ വിസ്മയം നേരിട്ട് അനുഭവിച്ചറിയാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ വിയറിയാസ് പറഞ്ഞു. പെരിന്തൽമണ്ണക്കാർക്ക് മുഴുവൻ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഫാഷനബിൾ വസ്ത്രങ്ങൾ അത് ഏറ്റവും കുറഞ്ഞ വിലയിൽ കൊടുത്ത് അവരുടെ തൃപ്തി ഉറപ്പുവരുത്തുക എന്നുള്ളതായിരിക്കും ഞങ്ങളുടെ കഠിന പരിശ്രമവും ഞങ്ങളുടെ ലക്ഷ്യവും. അതാണ് ഈ അവസരത്തിൽ ജനങ്ങളോട് ഞങ്ങൾക്ക് കൊടുക്കാനുള്ള വാക്ക്. അത് ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി നിറവേറ്റും. വരുന്ന എല്ലാവരെയും ഞങ്ങൾ തൃപ്തിപ്പെടുത്തും. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഉദ്ഘാടന സമയത്ത് ഷോറൂമിന് മുന്നിൽ സന്നിഹിതരായവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത 2 ഭാഗ്യശാലികൾക്ക് 1.5 ലക്ഷം രൂപ വീതം സമ്മാനം നൽകി. കൂടാതെ ഉദ്ഘാടന ദിവസം പർച്ചേസ് ചെയ്ത ആദ്യ 100 ഉപഭോക്താക്കൾക്ക് 19 രൂപയ്ക്ക് ബ്രാൻഡഡ് ഷർട്ടും നൽകി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ സമ്മാനങ്ങളും പ്രത്യേക ഓഫറുകളും തുടർന്നും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. പുതുപുത്തൻ ട്രെൻഡിംഗ് വസ്ത്രശേഖരവും വിശാലമായ ഷോപ്പിംഗ് അനുഭവമാണ് നവീകരിച്ച ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും പുതിയ കളക്ഷനുകൾ 100% ഗുണനിലവാരം ഉറപ്പാക്കിക്കൊണ്ട് കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നതാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള ഫാഷൻ വസ്ത്രങ്ങൾ ഒരൊറ്റ കുടക്കീഴിൽ ഇവിടെ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ചടങ്ങിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ, പെരിന്തൽമണ്ണ നഗരസഭ വൈസ് ചെയർമാൻ തുടങ്ങിയ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. വില കുറച്ച് കൊടുക്കുന്നതെന്നുള്ളതിനേക്കാളും ഒരു പുതിയ ഫാഷൻ സൊല്യൂഷനാണ് അറ്റ്ലസിന്റെ ഒരു ട്രെൻഡിങ് ആക്കിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് നിസാറിന്റെ റിയാസിന്റെ അടുത്തൊരു സുഹൃത്തുക്കളാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ശ്രമം. കാരണം ഇന്നോവേഷനാണ് എപ്പോഴും പ്രധാനമായിട്ടുള്ളത്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലപ്പുറം കുറ്റിപ്പുറത്ത് സ്വകാര്യ ബസ് തലക്കീഴായി മറിഞ്ഞ് ഒരാൾക്ക് ദാരുണാന്ത്യം. 3 പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് വിവരം. നിരവധി പേർക്ക് പരിക്കേറ്റു. കാറിന് മുകളിലേക്കാണ് ബസ് തലക്കീഴായി മറിഞ്ഞത്.
BJP നടത്തിയത് അടുത്ത കാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുവജന സമരമാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. നാട്ടിലെ യുവാക്കൾ തെളിയിച്ച സമരത്തിന്റെ പുതിയ മാതൃക മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വീകരിക്കാമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വഖഫ് വിഷയത്തിൽ LDF പ്രചാരണം തള്ളിപ്പോകുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ചെർപ്പുളശ്ശേരി നഗരസഭയുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച സർക്കാർ നടപടിയിൽ ഇടത് കൗൺസിലർമാരുടെ പ്രതിഷേധം. പഴയ സ്റ്റാൻഡ് പരിസരത്തു നടന്ന പരിപാടി CPIM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.